പ്രിയപ്പെട്ടവരെ, കാന്താരി ട്രാവൽസ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നല്ല ഒന്നാന്തരം ഞണ്ട് മസ്കറ്റിലെ മത്ര ഫിഷ് മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ്. അതിനെ പിടിച്ചൊരു മസാലയാക്കാൻ തീരുമാനിച്ചു. മത്രയിൽ നിന്നും ഞണ്ട് വാങ്ങിയതും ഒരു മസാലയാക്കാമെന്ന് ശ്രീമതി പറഞ്ഞു. 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായി വൃത്തിയാക്കി എടുക്കുക. ഞണ്ട് ക്ലീൻ ചെയ്ത് മുഴുവനായോ അല്ലെങ്കിൽ കഷ്ണങ്ങളായോ കുക്ക് ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടെ കാണിക്കുന്നു. കാന്താരി ട്രാവൽസ് ചാനലിന് എല്ലാവരും നൽകുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. 1000-ലധികം സബ്സ്ക്രൈബേഴ്സായി എന്ന വിവരവും ഏവരെയും അറിയിക്കട്ടെ. നന്നാക്കി പീസുകളാക്കിയെടുത്ത ഞണ്ട് നല്ല വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഞണ്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. മസാല ഉണ്ടാക്കി അതിലേക്ക് ഞണ്ട് കഷ്ണങ്ങൾ ചേർത്തോ അല്ലെങ്കിൽ പ്രത്യേകമായോ വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഞണ്ട് സെപ്പറേറ്റായി വേവിച്ചതിന് ശേഷം മസാലയിൽ ചേർക്കുകയാണ്. ഡീപ്പ് ഫ്രൈ പാനിൽ 2 കപ്പ് വെള്ളമെടുത്ത് കുറച്ച് കുടംപുളി ഇട്ട് വേവിക്കുക. അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് കഷ്ണങ്ങൾ ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. കൂടെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം പാത്രം അടച്ചു വെച്ച് വേവിക്കുക.
നമ്മുടെ ഞണ്ട് വേവിച്ച് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മസാല തയ്യാറാക്കാനായി നമുക്ക് വേണ്ട ചേരുവകൾ: കറിവേപ്പില, 2 സവോള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 തക്കാളി എന്നിവയാണ്. സവാള, തക്കാളി എന്നിവ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് നെടുകെ കീറിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി അരിഞ്ഞ് ചതച്ചെടുക്കുക. ഫ്രൈയിങ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. കുറച്ച് വഴന്നു വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഒരു നുള്ള് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടാൽ സവോള പെട്ടെന്ന് വഴന്നു കിട്ടും. തുടർന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് വഴറ്റുക. ഇനി മസാലപ്പൊടികളുടെ ഊഴമാണ്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് ചെറുതാക്കി വയ്ക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർക്കാം.
വേണമെങ്കിൽ കറിവേപ്പില ഏറ്റവും ഒടുവിലായും ചേർക്കാവുന്നതാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. ഇനി ചെറുതീയിൽ ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ഞണ്ട് മസാല തയ്യാറായി കഴിഞ്ഞു. ചപ്പാത്തി, പൊറോട്ട, അപ്പം തുടങ്ങി എന്തിനും ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഞണ്ട് മസാല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ എത്താം. അതുവരെ ബൈ ഫ്രം കാന്താരീസ്.